Good evening, ma'am. Good evening. Good evening, ma'am. Evening. Okay, we can start. Prayer undo. I will lead prayer. So, നമുക്ക് silent prayer ചെയ്യാം. സെമിനാറിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ്. നിങ്ങൾ എന്റെയോ അശ്വതിയുടെയോ അശ്വതി മിസ്സിന്റെയോ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ 1 ടൈം സെമിനാർ പ്രസന്റ് ചെയ്താൽ മതി. സെമിനാർ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നവർക്ക്. അല്ലാത്തവര് അതൊരു സെമിനാർ റിപ്പോർട്ട് പോലെയോ അല്ലെങ്കിൽ അസൈൻമെന്റ് ആയിട്ട്, അസൈൻമെന്റിനേക്കാൾ ഒരു സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത്, കാരണം വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തവര്, ബുദ്ധിമുട്ടുള്ളവര്, അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ട് ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കേട്ടോ, അല്ലെങ്കിൽ ഈ സമയത്ത് ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാതെ റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണെങ്കിൽ അവർക്ക് പറ്റില്ലല്ലോ വന്ന് പ്രസന്റ് ചെയ്യാൻ. പറ്റുന്നവരെല്ലാം പ്രസന്റ് ചെയ്യുക, അല്ലാത്തവർ ജസ്റ്റ് അത് റിപ്പോർട്ടായിട്ട് എഴുതി വെക്കുക. ഓക്കെ ഓക്കെ ദെൻ സോ ഞാൻ ഷെയർ ചെയ്യാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ വേറൊന്നുകൂടി, MT1ഉം MT2 and 3 ഇവർക്ക് ഏപ്രിൽ മെയ് ഒക്കെ ആവുമ്പോഴേക്കും ഇവരുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുകയാണ്. സോ അതേഴ്സ് പ്ലീസ് ലെറ്റ് ദം ടു ഡു ദ സെമിനാർ ഫസ്റ്റ്. ആ ഒരു രീതിയിൽ ഒന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ പിന്നെ അവര് ബാക്കിലേക്ക് ആയി പോകുമല്ലോ. അപ്പൊ അവര് ആദ്യം അങ്ങ് സെമിനാർ പ്രസന്റ് ചെയ്തിട്ട് MT4 MT5 നമുക്ക് അതിനുശേഷം സെമിനാർ പ്രസന്റ് ചെയ്യാം. പെട്ടെന്ന് എല്ലാവരുടെയും കഴിയും. 5-10 മിനിറ്റ്സിന്റെ ടോപ്പിക് ഒക്കെ പ്രസന്റ് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടില്ലല്ലോ. സോ നമ്മള് മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ഏരിയാസ് ആണ് നമ്മൾ, അതായത് അക്കാദമിക് ഏരിയസിൽ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ആപ്ലിക്കേഷൻ അതാണ് പറഞ്ഞത്. അതിന്റെ പല അപ്രോച്ചസ് നമ്മൾ പറഞ്ഞു. അപ്രോച്ചസ് കാര്യം 4 പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ കൂടുതൽ നമ്മുടെ എക്സ്പ്ലനേഷനിൽ വരുന്നുണ്ട്. വളരെ ക്ലാസിക് ഓൾഡ് മെത്തേഡായ ഹെർബർട്ടിയൻ അപ്രോച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവാലുവേഷൻ അപ്രോച്ച്, അസസ്മെന്റുകളൊക്കെ നടത്തിയിട്ട് ഇവാലുവേഷൻ നടത്തുന്ന അപ്രോച്ച്. ദെൻ മാനേജിങ് ടീച്ചിങ് ലേണിംഗ്, IKDVS പറഞ്ഞ മാനേജിങ് ടീച്ചിങ് ലേണിംഗ്. അവിടെ ഒരു ടീച്ചർ മാനേജറെ പോലെയാണ്. ഒരു മാനേജർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെയാണ് ടീച്ചർ ചെയ്യുന്നതെന്നാണ് ഡിവിസ് പറഞ്ഞത്. പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ്, ആ ഒരു രീതിയിൽ. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നെക്സ്റ്റ് പാർട്ട് ഞാൻ ലീഡ് ചെയ്തെടുക്കാം? കാരണം അതൊരു അസൈൻമെന്റ് ആണെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് വെക്കുകയും ചെയ്യാം. അങ്ങനെ ആരെങ്കിലും വായിച്ചിട്ട് വന്നിട്ട് പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ.
ക്ലാസ് ലീഡ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകാം. ഇന്നിപ്പോ ആരും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുവാണെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡു, നോ പ്രോബ്ലം. സോ നമ്മള് അപ്രോച്ചിന്റെ ഫസ്റ്റ് വൺ ഹെർബേഷ്യൻ അപ്രോച്ച് ആണ് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ അപ്രോച്ച് ആയിരുന്നു. 5 സ്റ്റെപ്സ് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു. ഇങ്ങനെ പ്രിപ്പറേഷൻ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. പ്രസന്റേഷൻ, കമ്പാരിസൺ, ഒബ്സ്ട്രക്ഷൻ ആൻഡ് ജനറലൈസേഷൻ. ആരോ അതിന് നല്ല കറക്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയുണ്ടായി അല്ലെ. നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ഒരു ടോപ്പിക് എടുക്കാൻ പോകുമ്പോൾ അതിന്റെ ഒരു പ്രിപ്പറേഷൻ നടത്തുന്നു, അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു, പിന്നെ അതിനെ എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, പിന്നെ അതിന് വേണ്ടുന്ന ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നു, ജനറലൈസ് ചെയ്ത് വെക്കുന്നു. അതൊരു കണ്ടന്റ്, എന്താണോ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കണ്ടന്റ് റിലേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹെർബേഷ്യൻ അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ഓൾഡ് മെത്തേഡാണ്, ഒരു ക്ലാസിക് മെത്തേഡാണ്. പിന്നെ ഇതിൽ വരുന്ന ഒരു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെമ്മറൈസ് ചെയ്യാനായിട്ട് സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ വെച്ചാൽ നമ്മളൊരു കാര്യം മെമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തോട്ട്സ് അത്രയും കുറയും അല്ലെ. നമ്മളിത് മറക്കാതിരിക്കാനായിട്ടുള്ള ആ ഒരു സ്ട്രഗിൾ, ആ ഒരു സ്ട്രെസ്, അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതേസമയം നമ്മളിപ്പോ ഓൺ തോട്ട്സിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ നമ്മുടെ ചിന്ത അത്രയും എക്സ്പാൻഡ് ചെയ്യും, നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കും. പക്ഷെ ഹെർബേഷ്യൻ അപ്രോച്ചിൽ തോട്ട്ലെസ് ഒരു ടീച്ചിങ് ആണെന്നാണ് പറയുന്നത്. അത് ആ കണ്ടന്റിനെ അങ്ങനെ തന്നെ കുട്ടികളുടെ അടുത്തേക്ക് എത്തിക്കുന്നു. കുട്ടികൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല, അവരെ കിട്ടിയ കാര്യം മെമ്മറൈസ് ചെയ്യുന്നു. അതായിരുന്നു ഹെർബേഷ്യൻ അപ്രോച്ചിൽ വരുന്നത്. ഒരു സാധാരണ കുട്ടി ബൈ ഹാർട്ട് ചെയ്ത് ചില കാര്യങ്ങൾ പഠിക്കുന്നത് പോലെയൊക്കെ തന്നെ, ബട്ട് അതിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്ന് മാത്രം. കുട്ടി തന്നെ ബൈ ഹാർട്ട് ചെയ്യുകയല്ല, ടീച്ചർ ഇത് കണ്ടന്റ് അങ്ങ് പ്രൊവൈഡ് ചെയ്യുന്നു, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. അല്ലാണ്ട് കുട്ടിയുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസും അതിന് വരുന്നില്ല. ഹെർബേഷ്യൻ അപ്രോച്ച് അതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എവിടെ വരെയായിരുന്നു? എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ബ്ലൂമിന്റെ ആയിരുന്നു നെക്സ്റ്റ് ഒരു ക്ലാസ് റൂം ടീച്ചിങ്. അദ്ദേഹം ഓർഗനൈസിങ് ടീച്ചിങ് വരെ നമ്മൾ പറഞ്ഞു. ഓർഗനൈസിങ് ടീച്ചിങ് ടി അല്ല, ഓർഗനൈസിങ് ടീച്ചിങ്. അതിൽ തന്നെ നമ്മൾ മെമ്മറൈസിങ്ങും പറഞ്ഞു, റിഫ്ലക്റ്റീവ് ലെവലിലുള്ള ടീച്ചിങ്ങും നമ്മൾ പറഞ്ഞു. ഈ ഹെർബേഷ്യൻ അപ്രോച്ചിൽ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ഹെർബേഷ്യൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് സയന്റിഫിക് ആണ്. എന്തെങ്കിലുമൊക്കെ അങ്ങ് വായിച്ച് മെമ്മറൈസ് ചെയ്യല്ല ചെയ്യുന്നത്. അവിടെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഒരു കണ്ടന്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അത് അവർ മെമ്മറൈസ് ചെയ്യുന്നു. അത് വളരെ സ്ട്രെസ്ഫുള്ളോട് കൂടി മെമ്മറൈസ് ചെയ്യുന്നു. പക്ഷെ അല്ലാതെ മെമ്മറൈസിങ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലെ ടീച്ചർ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, കുറച്ച് കുട്ടികൾ മനസ്സിലാക്കുന്നു, കുറച്ച് കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ രണ്ടു കൂട്ടരും അതിനെ അങ്ങോട്ട് മഗ്ഗപ്പ് ചെയ്യുന്നു, ബൈ ഹാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു മെമ്മറൈസിങ് വേ ഓഫ് ടീച്ചിങ്. അതാണ് മെമ്മറി ലെവൽ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അതൊരു കൺട്രോൾഡ് ആണ്, പക്ഷെ ഡോമിനേറ്റഡ് ബൈ ദി ടീച്ചർ. ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കണ്ടന്റ് അവരതിങ്ങനെ മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം റിഫ്ലക്റ്റീവ് ലെവലൊക്കെ വരുമ്പോഴേക്കും ആ ലേണേഴ്സ്, കുട്ടികള്, പ്യൂപ്പിൾ, അവര് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം പണ്ടൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു, പണ്ടൊക്കെ നല്ല ഇപ്പോഴും ഉണ്ട്, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ തന്നെ കുട്ടികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു രീതി, കുട്ടികളെ കൊണ്ട് തന്നെ അതിനെപ്പറ്റി അനലൈസ് ചെയ്ത് പറയിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോ അതിന് നമുക്ക് ഇപ്പൊ നമ്മളുടെ കുറച്ച് അങ്ങനെയാണ്, നമ്മൾ സെമിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു. ഞങ്ങൾക്കൊക്കെ ശരിക്കും ക്ലാസ്സിൽ ഇതുപോലെ സെമിനാർസ് പറഞ്ഞാൽ ടീച്ചർ ആ ടോപ്പിക് തൊടുകയില്ല, നമ്മൾ തന്നെ അതിന്റെ മുഴുവൻ കണ്ടന്റ് കണ്ടുപിടിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നു. അത് കൂടാതെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് എല്ലാവരും സെമിനാർ ചെയ്യണമെന്നുണ്ട്. അല്ലാതെ ക്ലാസ് റൂമിൽ ടീച്ചർ ആരെങ്കിലും റെഡിയാണോ ഈ ടോപ്പിക് സെമിനാർ എടുക്കാൻ എന്ന് പറഞ്ഞ് ചോദിക്കും. ടീച്ചർ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് പറയുപോലുമില്ല, നമ്മൾ തന്നെ അതിന്റെ ഫുൾ എഫേർട്ട് എടുത്ത് ക്ലാസ് എടുക്കുന്ന രീതിയിൽ. റിഫ്ലക്റ്റീവ് ലെവലില് അപ്പോൾ ലേണേഴ്സ് ആ ഒരു ടൈമിൽ ഈ ടീച്ചർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്റെ ഇടയിൽ പോയിരിക്കും, ടീച്ചറുടെ പ്ലാറ്റ്ഫോം ആയിരിക്കും സെമിനാർ എടുക്കുന്ന ആൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന സെമിനാർ എടുക്കുന്ന വ്യക്തിയാണ്, ടീച്ചർ സ്റ്റുഡന്റിലുള്ള ഒരാളായി നിൽക്കും. ആ ഒരു ഇതാണ് റിഫ്ലക്റ്റീവ് ലെവലിൽ വരുന്നത്. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ
കുട്ടികൾക്ക് അവിടെ ഒരു തോട്ട് പ്രോസസ്, അതായത് എടുക്കുന്ന ആളുടെ ലെവലിനനുസരിച്ച് അവർക്ക് തോട്ട് പ്രോസസ്, അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകും, അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ഫസ്റ്റ് PG ക്ലാസ്സുകളിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ പലരും അവരുടെ പല പേഴ്സണൽ എക്സ്പീരിയൻസ് റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ തന്നെ ക്ലാസ്സിൽ ഒരു ആള് പറയുകയും ചെയ്തു, മിസ് പറഞ്ഞതിനേക്കാൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അതാണ് ശരിക്കും റിഫ്ലക്റ്റീവ് ലെവൽ. മിസ് പറഞ്ഞത് മനസ്സിലായി, മറ്റേത് കൂടുതലായിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് റിഫ്ലക്റ്റീവ് ലെവൽ. അവിടെ ലേണർ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, ടീച്ചർ അല്ല, ലേണർ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ പ്രോബ്ലം സോൾവിംഗ് ടെക്സ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണോ, ഞാൻ സ്ക്രോൾ ചെയ്യാൻ വിട്ടു. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവലും, അതായത് ഓർഗനൈസിങ് ടീച്ചിങ്ങിനകത്ത് വരുന്നതാണ് മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. മെമ്മറി ലെവലില് ഡോമിനേറ്റിംഗ് പേഴ്സൺ ടീച്ചർ, അണ്ടർസ്റ്റാൻഡിങ് ലെവലില് 2 പേർക്കും റോൾ ഉണ്ട്, റിഫ്ലക്റ്റീവ് ലെവലില് ലേണർ ആയിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, once you people are taking seminar, that means that time you people are leading the class. CA കൊണ്ട് അന്ന് ഫാബ്രിക് പെയിന്റിങ് ചെയ്യിച്ച പോലെ, നമ്മളുടെ ഷമീറ ടീച്ചറെ കൊണ്ടൊരു ഒറിഗാമി പേപ്പർ ക്രാഫ്റ്റ് ചെയ്യിച്ച പോലെ വേറൊരു ക്ലാസ്സിൽ ഇതുപോലെ ആരോ പേപ്പർ ക്രാഫ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അന്നത്തെ ആ ഒരു സമയം, ആ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോമിനേറ്റിംഗ് പീപ്പിൾ നിങ്ങളായിരിക്കും ആ ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെ 3 ലെവലിലാണ് ഓർഗനൈസിങ് ടീച്ചിങ് വന്നത്. അതായത് മെമ്മറി ലെവലും, അണ്ടർസ്റ്റാൻഡിങ് ലെവലും, റിഫ്ലക്റ്റിംഗ് ലെവലും. മെമ്മറി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറാണ് അവിടുത്തെ ഡോമിനേറ്റിംഗ് യൂണിറ്റ്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുമ്പോൾ 2 പേർക്കും ഒരേപോലെ തന്നെ എന്താ റോള് കിട്ടുന്നുണ്ട്. 2 പേരും ടീച്ചറാണ് അവിടെ. ഇപ്പൊ ശരിക്കും നല്ല രീതിയിലുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷൻ നടക്കും. റിഫ്ലക്റ്റീവ് ലെവൽ ആകുമ്പോൾ ലേണേഴ്സ് ഡോമിനേറ്റ് ചെയ്യും. അവർ ക്ലാസ് റൂംസ് മാനേജ് ചെയ്യാനായിട്ട് തുടങ്ങും. പ്രോബ്ലം സോൾവിങ്, ആ ഒരു രീതിയിലെല്ലാം അതിനുള്ള ചാൻസസ് എല്ലാം ലേണർക്ക് കിട്ടും. നെക്സ്റ്റ്, മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്. മോഡുലർ അപ്രോച്ച്, മോഡൽസ് ആർ യൂസ്ഡ് ഇൻ മാനേജിങ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. പല യൂണിറ്റ്സ് ഉണ്ട് ഈ ടീച്ചിങ് മോഡൽസ്. പല പല രീതിയിലുള്ള ടീച്ചിങ് മോഡൽസ് യൂസ് ചെയ്യാം. ലൈക്ക് ഓരോ ടീച്ചർക്ക് അനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ് ഓരോരുത്തരുടെ സ്റ്റൈലിനനുസരിച്ച് അതിന് വ്യത്യാസം വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾക്കിപ്പോ പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഈവൻ ദോ ഞാനൊക്കെ പ്രീ ആയിരുന്നു, +2 പകരം പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഓരോ സബ്ജക്ട്, ഓരോ ടെക്സ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു, ലെസൺസ്, യൂണിറ്റ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാത്തിനും മോഡ്യൂൾസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് അല്ലെ. കുറെ ഒരു കരിക്കുലത്തിന് ഒരു സെറ്റ് ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ മോഡ്യൂൾസ് ആയിട്ട്, ഇപ്പൊ നിങ്ങളുടെ തന്നെ സബ്ജക്ട്സ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പൊ ഞങ്ങൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സബ്ജക്ട് വൈസ് ആക്കിയിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിനെ സബ്ജക്ട് വൈസ് ആക്കി. ശരിക്കും കരിക്കുലത്തിന് ഓരോ മോഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ലേണർക്ക് പ്രോഗ്രസ് ചെയ്യാൻ. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ടെക്സ്റ്റ് ഒന്നോ ആ രീതി, പക്ഷെ നമ്മളൊരു ഡേറ്റ, യെസ്, ഇയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു സെമസ്റ്റർ. അതുപോലെ നമ്മള് കുറെ ഡേറ്റാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതായത് ഒരു PDF ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എന്താ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണെന്നറിയും, ഞങ്ങൾക്കൊക്കെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മോഡ്യൂൾസ് ആയിട്ടായിരുന്നു. ഓരോ സബ്ജക്റ്റിനെയും 5 മോഡ്യൂൾസ്. ഈ മോഡ്യൂൾസിന്റെ അവസാനം റെഫറൻസസ് എന്ന് പറഞ്ഞു കൊടുക്കും. കുറെ ഓതേഴ്സിന്റെ പേരും ആ റിലേറ്റഡ് സബ്ജക്റ്റിന്റെ ബുക്സ്, ആ ഓതേഴ്സ് എഴുതിയ ബുക്ക്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു സബ്ജക്ട് പഠിക്കാനായിട്ട് 5 മോഡ്യൂൾ അടങ്ങുന്ന ഒരു സബ്ജക്ട് പഠിക്കാൻ ഒരു ടെക്സ്റ്റിനെ അല്ല നമ്മൾ റെഫർ ചെയ്യുന്നത്, കുറെ ടെക്സ്റ്റുകൾ നമ്മൾ റെഫർ ചെയ്യും. ആ റെഫറൻസ് ടെക്സ്റ്റുകളുടെ ലിസ്റ്റ് ആ മോഡ്യൂൾ 5 എന്നുള്ള അതിന്റെ ആ സിലബസ് കഴിയുമ്പോൾ അതിന്റെ താഴെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ നമ്മളെ നോളജ് അക്വയർ ചെയ്യുന്നതിന്റെ ആ ഒരു എക്സ്പാൻഷൻ കൂടും. മറ്റേത് നമ്മൾ ഒരു ഒറ്റ ടെക്സ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു. അതുകൊണ്ടാണ് ക്ലാസ്സിൽ പറയും ദിസ് ഇസ് യുവർ റെഫറൻസ്. ഈ PDF നിങ്ങളുടെ റെഫറൻസ് ആണ്, ഇത് നിങ്ങളുടെ കയ്യിൽ വേണം. അത് കൂടാതെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടാമോ
അതെല്ലാം കളക്ട് ചെയ്ത് നോട്ട്സ് ആയിട്ട് എഴുതണം. എന്ത് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരുടെയും ചോദ്യം കമ്പൽസറി ആണോ? കമ്പൽസറി ആണോ? ഇറ്റ്സ് നോട്ട് ഫോർ മീ, ഇറ്റ്സ് ഫോർ യു പീപ്പിൾ. നിങ്ങളുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ബെറ്റർമെന്റിനും വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ബാച്ചിന് പറയുന്ന ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ ഇതിനകത്ത് ഉണ്ടാവും. എന്നാലും ഞാൻ പറയുകയാണ്, വൈവയുടെ ടൈം ആയപ്പോ ടീച്ചിങ് പ്രാക്ടീസ് കമ്പൽസറി ആണോ, റെക്കോർഡ് കമ്പൽസറി ആണോ, അസൈൻമെന്റ്സ് കമ്പൽസറി ആണോ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് ചോദിക്കുന്നത്. ഞാൻ ഇത് ആദ്യമേ കൊടുത്തു, നിങ്ങൾക്ക് എഴുതണം, ആദ്യമേ കൊടുത്തെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും അവസാനം തരാത്തത് ഞാൻ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാ റെക്കോർഡും കൂടെ ഏറ്റവും അവസാനമാണ് എഴുതാൻ തന്നത്. വളരെ വിഷമിച്ചിരുന്നു. ചില അസൈൻമെന്റ്സുകൾ അവസാനം തന്നത് ഒന്നും നമുക്ക് ആദ്യം തന്നില്ല. പക്ഷെ അവിടെയും നിങ്ങൾക്ക് ഫസ്റ്റ് ബാച്ചിൽ നിന്നപ്പം എല്ലാവരും പറഞ്ഞു, മിസ് അങ്ങനെ ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു ഒരു ഡേറ്റ്, എന്നാൽ എല്ലാരും സബ്മിറ്റ് ചെയ്തത്. ഐ തോട്ട് ദാറ്റ് യു പീപ്പിൾ ഓൾ ആർ ഗോയിങ് ടു എ ഫെസിലിറ്റേറ്റർ. ഒരു ഫെസിലിറ്റേറ്റർ അങ്ങനെ ചിന്തിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം എനിക്ക് പ്രഷറൈസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. ഇവന്തോ എന്റെ കുട്ടികളെ പഠിക്കുമ്പോഴും അവരെ ഞാൻ പ്രഷറൈസ് ചെയ്യില്ല. അപ്പൊ ഞാൻ ഓർത്തു, നിങ്ങൾ നാളെ കുറെ കുട്ടികളെ മാനേജ് ചെയ്യാൻ പോകുന്ന, കുറെ കുട്ടികളുടെ കെയർ ചെയ്യാൻ പോകുന്ന ഫെസിലിറ്റേറ്റേഴ്സ് ആണല്ലോ. സോ നിങ്ങൾ ആ വർക്ക് ചെയ്യും എന്ന് വളരെ കോൺഫിഡന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ രീതിയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ തന്നത്. ഫ്രം ദ ബിഗിനിങ് ആണ് ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ റെക്കോർഡും ആക്ടിവിറ്റീസും അസൈൻമെന്റ് തന്നത്. പക്ഷെ ലാസ്റ്റ് മൊമെന്റ് ആയപ്പോ ചെയ്യുന്ന പലരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഭയങ്കര അതിശയം തോന്നി. അപ്പൊ നമ്മൾ ഈ കംപ്ലീറ്റ് വർക്കുകളും ചെയ്താലല്ലേ നാളെ നമുക്ക് ജോലി കിട്ടി ഒരു ടീച്ചറായിട്ട് കുഞ്ഞി കുട്ടികളുടെ അടുത്തില്ലപ്പോ അവരെ കൊണ്ടൊരു വർക്ക് ചെയ്യിക്കാനായിട്ടുള്ള റൈറ്റ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ ഒന്നും ചെയ്യാതെ ആ കുട്ടികളെ കൊണ്ടൊരു ആക്ടിവിറ്റി ചെയ്യിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുമോ? നോ ആൻസർ അല്ലേ? അതാണ്, അവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മുടെ മക്കളെ നമുക്ക്, അല്ലെങ്കിൽ നമ്മളെ മക്കൾ തന്നെയാണ് ഈ ആ കുട്ടികളും വരുന്നത്. അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ടുള്ള ഒരു തംസ് അപ്പ് ഡൗൺ കിട്ടും. എന്താണോ ചെയ്യാൻ അതിനുള്ള റൈറ്റ്സ് ഇല്ലെന്നാണോ? അപ്പൊ അങ്ങനെ അതെനിക്ക് ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചത് ആ ഒരു പാഷൻ, ആ ഒരു ഇതോടുകൂടി ഡെഫിനറ്റ്ലി നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻസ് ആണ്. നമുക്കൊരു വരുമാനം വേണം, ഒരു ഇൻകം വേണം, ഒരു ലൈവ്ലിഹുഡ്, ഒരു ഉപജീവന മാർഗം, എന്റെ സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് ജോലി വേണം, എന്റെ ജോലി കൊണ്ട് എനിക്ക് പലതും ചെയ്യണം എന്ന് ഡെഫിനറ്റ്ലി അത് നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻസ് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് യുവർ കമ്മിറ്റ്മെന്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ദാറ്റ് സ്മോൾ സോൾസ്. ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ കുട്ടികളാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പോ ദാറ്റ് മീൻസ് ഐ ഹാഡ് ഡൺ മൈ സൈഡ് ബെറ്റർ. എന്നിട്ട് മാത്രമേ ആ കുട്ടികളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പോവാൻ പറ്റുള്ളൂ, റൈറ്റ്? അത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എനിക്ക് പേടിയാ ആ കുട്ടികളുടെ അടുത്തേക്ക് നിങ്ങളെയൊക്കെ വിടാനായിട്ട്. സോ ഞാൻ എവിടെയോ മിസ്റ്റേക്ക് ആയോ? അതൊക്കെയാണ് എന്റെ ഒരു ഡൗട്ട്. ഓക്കെ, സോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ആ വരുന്ന കുട്ടികളെ നമുക്ക് അവരോട് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറയാം, അല്ലെ? അപ്പം അറ്റ് ദ ടൈം ഓഫ് വൈവ ഓൾസോ ഐ ഫീൽ സംതിങ് ബാഡ്. വൈവയിൽ അറിയാൻ പറ്റും ആരൊക്കെ ചെയ്തു, ആരൊക്കെ ചെയ്തില്ല, ആരൊക്കെ സ്വയമായിട്ട് ചെയ്തു. ഒന്നും കാണിക്കാൻ ഞാൻ പറഞ്ഞില്ല. ടീച്ചിങ് എയ്ഡ്സ് മാത്രമേ ഞാൻ കാണിക്കാൻ പറഞ്ഞുള്ളൂ. റെക്കോർഡ് എഴുതിയത് കാണിക്കാൻ പറഞ്ഞില്ല. ബട്ട് റെക്കോർഡ് എഴുതിയിട്ടുണ്ടോ, റെക്കോർഡ് സ്വയമാണോ എഴുതിയത്, റെക്കോർഡ് കോപ്പി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വൈവയിൽ നിന്ന് തന്നെ മനസ്സിലായി. ഓക്കെ, അപ്പൊ പെൻഡിങ് വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കുക. ഇനി അഥവാ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ എനിക്കൊരു ഉറപ്പ് തരണം, ഞാൻ ചെയ്തോളാം, പിന്നീട് ഞാനത് കംപ്ലീറ്റ് ചെയ്തോളാം എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തരണം. ഐ ട്രസ്റ്റ് യു ഓൾ. നിങ്ങൾ എല്ലാവരെയും എനിക്ക് വിശ്വാസമാണ്, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ ആം ട്രസ്റ്റിംഗ് ഓൾ ഓഫ്. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യുക, പിന്നീട് ഞാൻ സമയമെടുത്ത് ചെയ്തോളാം. കാരണം പല പേഴ്സണൽ ഇഷ്യൂസും ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം പലരുടെയും കേസസിൽ. സോ പ്ലീസ് ഡു, ടൈം എടുത്ത് ചെയ്തോളൂ. അറ്റ് ദ ടൈം ഓഫ് വൈവ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പറ്റുന്ന അത്രയും കംപ്ലീറ്റ് ചെയ്യുക. നോ സ്ട്രെസ്, നോ സ്ട്രെയിൻ. ചെറിയ രീതിയിൽ സ്ട്രെസ്സും സ്ട്രെയിനും എടുത്താൽ മതി. ഭയങ്കരമായിട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് ഓടിച്ചാടി വൈവയ്ക്കൊന്നും വരണ്ട ആരും. സോ അങ്ങനെ റിലാക്സ് ചെയ്ത്, പക്ഷെ അല്പം സ്ട്രെസ്സോടുകൂടി ചെയ്താലേ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡു ഇറ്റ്. എക്സാംസ് വരുവാണ്, അത് ഞാൻ എല്ലാം കൂടെ ഒരു പഠനമാവണ്ടെന്ന് കരുതിയാണ് ആദ്യം ഇതൊക്കെ തന്നു തുടങ്ങിയത്. ഓക്കെ, വൈവ കഴിഞ്ഞിട്ടില്ല, ഇന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഫസ്റ്റ് ബാച്ചിന്. ഓക്കെ, അപ്പൊ നമ്മള്
ക്ലാസ് റൂം അപ്രോച്ചസിന്റെ പല രീതിയിലുള്ള ആ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ അപ്രോച്ചസ് ആണ് പറഞ്ഞു വന്നത്. പണ്ടത്തെ ഗുരുകുല സിസ്റ്റം തുടങ്ങി എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് എത്തുന്ന ക്ലാസ് റൂം മാനേജ്മെന്റുകളുണ്ട്, ടീച്ചർ മാത്രം ഡോമിനേറ്റ് ചെയ്യുന്ന ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ട്, കുട്ടികൾക്ക് ചാൻസസ് കൊടുക്കുന്ന ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ട്. റിഫ്ലക്റ്റിംഗ് ലെവൽ അതാണ്. നമ്മളിപ്പോ മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ് ആണ് പറയുന്നത്. ടോപ്പിക്സിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോ മോഡ്യൂൾ വൈസ് ആക്കി ആ മോഡ്യൂളിനെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സബ്ജക്റ്റ് ആക്കി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഒരു പെർട്ടിക്കുലർ മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്തായിരുന്നു പോയത്. നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂൾ ആലോചിച്ച് നോക്കൂ. ശരീരത്തിന്റെ ഹെൽത്ത്, ഹൈജീൻ, അത് കഴിഞ്ഞപ്പോ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഡിസീസസ് അങ്ങനെ വന്നു. ശരീരത്തിന്റെ ആ ഒരു ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ, അതിനെടുക്കുന്ന പ്രിക്കോഷൻസ്, പ്രിവെൻഷൻസ് എല്ലാം കണക്ട് ചെയ്തു. അത് കഴിയുമ്പോൾ ഫസ്റ്റ് എയ്ഡ്, ശരീരത്തിലുണ്ടാകുന്ന മുറിവ്. അതിന് കഴിഞ്ഞപ്പോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ വന്നു. അപ്പൊ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനും അതിനു മുമ്പ് ഫസ്റ്റ് എയ്ഡും വന്നപ്പോൾ എനിക്ക് തോന്നി അവിടെ ഒരു സാധനം കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കെല്ലാം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എടുത്തത്. അത് അവിടെ വേണ്ടുന്നതാണെന്ന് തോന്നിയതുകൊണ്ട് ദാറ്റ് മീൻസ് അവിടെ മോഡ്യൂൾ ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതാണ് മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വന്ന് നമ്മൾ കംപ്ലീറ്റ് ഒരു മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യം, ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യവും ഹൈജീനും എന്താണെന്നും, ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങളും മനസ്സിന് അസുഖം വന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള വ്യക്തികളെ കണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഇതെല്ലാമായിരുന്നു നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത്. സെക്കൻഡ് മോഡ്യൂൾ വന്നപ്പോ കുട്ടികളുടെ ഡെവലപ്മെന്റ്, വളർച്ച, അവരുടെ പല ഡെവലപ്മെന്റ് സ്റ്റേജസ് നമ്മൾ പഠിച്ചു. അപ്പൊ മോഡ്യൂൾ വൈസ് ആയപ്പോ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഓരോ ഏരിയയിലും. നമ്മൾ എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്തു അല്ലെ. നമ്മൾ പല അസൈൻമെന്റ്സ് ചെയ്തു, ആക്ടിവിറ്റീസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ നമ്മൾ സൈക്കോളജിയിലേക്ക് പഠിച്ചു. കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങൾ മനസ്സിലാക്കിയപ്പോൾ കുട്ടികളുടെ ബിഹേവിയർ ചേഞ്ചസ് മനസ്സിലാക്കുകയും കൂടി വേണം. നമ്മൾ നാളെ ഒരു ഫെസിലിറ്റേറ്റർ ടീച്ചർ ആകുമ്പോഴേക്കും കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കണം. സോ അങ്ങനെ വളരെ കറക്റ്റ് ആയിട്ടാണ് നമ്മളുടെ സിലബസിലെ മോഡ്യൂളും ആ യൂണിറ്റും ഡിവൈഡ് ചെയ്ത് പോയത്. അങ്ങനെ നമ്മൾ നേരെ മോണ്ടിസോറി മെത്തേഡിലേക്ക് എത്തുന്നു. മോണ്ടിസോറി മെത്തേഡ് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ ആരോഗ്യവും കുട്ടികളുടെ വളർച്ചയും സൈക്കോളജിയും ഒന്നും മനസ്സിലാക്കാതെ നമുക്ക് മോണ്ടിസോറി മെത്തേഡിലെത്തി ആ മെത്തേഡ് സ്കൂളിൽ പോകുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ആണ് നമ്മൾ ആ ഓർഡറിൽ വന്നത്. സോ അങ്ങനെ മോണ്ടിസോറി മെത്തേഡിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഒരു കുട്ടിയെ കാണുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുക. കാരണം നിങ്ങൾ ഓൾറെഡി കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് കഴിഞ്ഞു, കുട്ടികളുടെ ചെറുപ്രായത്തിലുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, അതിന് വേണ്ടുന്ന പ്രിക്വേഷൻസ്, പ്രിവെൻഷൻസ്, അവരുടെ ഹെൽത്തി ഹാബിറ്റ്സ്, അവരുടെ ഹൈജീൻ എന്നുള്ളത് എങ്ങനെ എത്തിക്കണം, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ആ മെത്തേഡ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ആ മെത്തേഡ് മനസ്സിലാക്കിയിട്ട് പോകുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ മോഡ്യൂൾ വൈസ് ആക്കിയപ്പോ ആ മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ് ആണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. മോഡ്യൂൾസ് ആക്കി അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോരോ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അവിടെ നിങ്ങളുടെ പ്രോഗ്രസ് മാനേജ്മെന്റ് ഇൻ പാർട്ട് 4 ആൻഡ് സ്റ്റഡിങ് ഇൻ ഡീറ്റെയിൽ ഇൻ PG ക്ലാസ്. യെസ്, കറക്റ്റ്. നമുക്ക് അവിടെ പാർട്ട് 4 മോഡ്യൂൾ സുജാതയുടെ മെസ്സേജ് ആയിരുന്നു. പാർട്ട് 4 നമ്മൾ മാനേജ്മെന്റിനെ കുറിച്ച് പഠിച്ചു. വളരെ ലളിതമായിട്ടാണ് നമ്മൾ അതിൽ പഠിച്ചത്. അത് നമ്മൾ കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആയിട്ട് PG ലെവലിൽ പഠിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഡിപ്ലോമക്കാർക്കും ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് PGക്കാർക്ക് വന്ന അസൈൻമെന്റ് ഞാൻ നിങ്ങളെ രണ്ടുപേരെ കൊണ്ട് 10 ക്വസ്റ്റ്യൻസിന്റെ ഒരു അസൈൻമെന്റ് ഞാൻ തന്നിട്ടുണ്ട്. എനിക്ക് 4നും 5നും കൊടുത്തോന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരും. അപ്പൊ ആ ഒരു അസൈൻമെന്റ് ശരിക്കും PGക്ക് ഉള്ളതായിരുന്നു. ബട്ട് ഞാൻ അത് തന്നത് ഇതിന്റെ ഒരു ബെനിഫിറ്റ് അവർക്കും കൂടെ ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അവരൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ സ്പെസിഫിക് ടോപ്പിക് ആയിട്ടിട്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ടീച്ചർമാര് തന്നത്? അസൈൻമെന്റ് തന്നു, ആക്ടിവിറ്റി തന്നു, ക്ലാസ് റൂമിൽ ആക്ടിവിറ്റീസ് ചെയ്യിച്ചു. അപ്പോഴെന്ത് പറ്റി? ലേണേഴ്സ്, അതായത് ലേണേഴ്സ് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരുമാണ്, ലേണേഴ്സ് പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങി ഈ മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്ങിൽ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ നിന്ന് വന്ന ഭാവന ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തൊരു കുട്ടിയാണ്. ഞാൻ ഭാവനോടൊരു വൈവയിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടായി. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. കാരണം പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഭാവനോട് ഞാൻ ചോദിച്ചത്. ഭാവനയ്ക്ക് നാളെ ജോബ്
ഓഫർ വരുന്നു, ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഭാവനോട് അവര് എവിടെയാണ് പഠിച്ചത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഭാവന ഓൺലൈൻ കോഴ്സാണ് ചെയ്തതെന്ന് അറിയുമ്പോൾ അവർക്ക് അത് വലിയ താല്പര്യം തോന്നുന്നില്ല. ഭാവന എന്ത് ചെയ്തു വെച്ചു? വളരെ മിടുക്കിയായി, വളരെ സ്മാർട്ടായിട്ട് ഭാവന അതിന് മറുപടി പറഞ്ഞു, ഞാൻ അവരെ കൺവിൻസ് ചെയ്യിക്കും. ഞാൻ ഓൺലൈൻ ആണ് ചെയ്തെങ്കിൽ പ്രാക്ടിക്കൽസ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്തു. പിന്നെ അതെനിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരുന്നു. വളരെ ഭംഗിയായിട്ട് ഭാവന അതിന് മറുപടി പറഞ്ഞു. ഞാൻ അവരെ കൺവിൻസ് ചെയ്യിക്കും. ഭാവന പതറിയില്ല. ശരിയാണല്ലോ, ഞാൻ ഓൺലൈൻ ആണല്ലോ ചെയ്തത്. ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഭാവന പറഞ്ഞു, ഞാൻ അവരെ കൺവിൻസ് ചെയ്യിക്കും. അതാണ് ആ സ്മാർട്ട്നെസ്, ആ ഒരു എന്താ പറയാ കോൺഫിഡൻസ് ലെവൽ. അതാണ് ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഭാവനയുടെ. സോ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ആൻസർ കേൾക്കുന്നത്. സോ മോഡുലർ അപ്രോച്ച് ഇവിടെ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ലേണേഴ്സ് പ്രോഗ്രസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ തിയറി മാത്രം അങ്ങനെ പറഞ്ഞു പോയാണ്. അതെ, നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചു, സർവേക്ക് അയച്ചു, നിങ്ങളെ കൊണ്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചു. റിപ്പോർട്ടിങ് ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു തന്നു. ഗൈഡ് ചെയ്തതേ ഉള്ളൂ ഞാൻ, ബാക്കി മുഴുവൻ ചെയ്തത് നിങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്യിച്ച് അവിടെ ലേണേഴ്സ് പ്രോഗ്രസ് ചെയ്യുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡുലർ അപ്രോച്ചിൽ നമ്മൾ ഔട്ട്കമ്മിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. അതിപ്പോ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ദേ ആർ ഫോക്കസിങ് ഓൺ ദ ഔട്ട്കം. നിങ്ങൾക്ക് എന്ത് കിട്ടി, ഇതിൽ നിന്നും എന്ത് കിട്ടി എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ഔട്ട്കമ്മിൽ വളരെ ഫ്ലെക്സിബിലിറ്റി ആണ് അല്ലെ, മോഡുലർ അപ്രോച്ചിൽ നല്ല ഫ്ലെക്സിബിലിറ്റിയാണ്. എവിടെ പോയി നമുക്ക് റെഫർ ചെയ്യാം, എന്ത് വേണമെങ്കിലും റെഫർ ചെയ്യാം, നമ്മളുടേതായ രീതിയിൽ എഴുതാം. ഈ ഞാൻ എഞ്ചിനീയറിംഗിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ടെക്സ്റ്റുകളുടെ റെഫറൻസ് കാണുമല്ലോ. പക്ഷേ ചില ടീച്ചേഴ്സ് വന്നിട്ട് 1-2 ടെക്സ്റ്റ് മാത്രം ഫോളോ ചെയ്ത് നമുക്ക് ക്ലാസ് എടുത്തിട്ട് പോകും. പക്ഷെ നമ്മൾ ഈ റെഫറൻസിലുള്ള എല്ലാ ടെക്സ്റ്റും നോക്കി ചെല്ലുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ കണ്ടന്റ് കൂടുതലും കുറെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും വേറൊരു ടെക്സ്റ്റിലായിരിക്കും കാണുന്നത്. വളരെ നന്നായിട്ട് അതിനകത്ത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ ടെക്സ്റ്റ് റെഫർ ചെയ്യുന്ന ഒരാളായിരുന്നു. ഭയങ്കര പഠിപ്പിച്ചൊന്നും അല്ലെങ്കിൽ എനിക്ക് ടെക്സ്റ്റുകൾ റെഫർ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ നമുക്ക് ഇന്റേണൽസ് നടത്തും. ഇന്റേണൽസ് നടത്തുന്ന സമയത്ത് എക്സാമിന് സാറ് ഫോളോ ചെയ്ത ടെക്സ്റ്റ് അല്ലാതെ ഞാൻ അത് റെഫറൻസിൽ പറഞ്ഞ വേറൊരു ടെക്സ്റ്റ് ഫോളോ ചെയ്ത് ആൻസർ അതുപോലെയാണ് എഴുതിയത്. സാർ ഇങ്ങനെ വെട്ടിയിട്ടു ഇതില് എന്റെ ആൻസർ ഷീറ്റില്. അപ്പൊ എനിക്ക് മാർക്ക് കുറവായിരുന്നു. ഞാൻ എന്നിട്ട് ആൻസർ ഷീറ്റുമായിട്ട് സാറിന്റെ അടുത്ത് ചെന്ന് ഞാൻ ചോദിച്ചു, സാർ എന്റെ വെട്ടിയതെന്ന് ചോദിച്ചു. ആൻസർ തെറ്റല്ല, ഞാൻ റെഫർ ചെയ്ത ടെക്സ്റ്റ് വേറെയായിരുന്നു. സാറ് പറഞ്ഞു, ഇങ്ങനെയല്ലല്ലോ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് പറഞ്ഞു. സർ, ഞാൻ വേറൊരു ടെക്സ്റ്റ് നോക്കിയപ്പോ എനിക്ക് കൂടുതൽ കണ്ടന്റും എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായത് അതായിരുന്നു. അപ്പൊ നമ്മളുടെ ഓൺ ഇതിൽ നമ്മൾ എഴുതുമല്ലോ പരീക്ഷ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയതെന്ന് പറഞ്ഞു. സാർ ഒന്ന് ടെക്സ്റ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ലൈബ്രറിയിൽ പോയി ആ ടെക്സ്റ്റ് എടുത്തുകൊണ്ട് കാണിച്ചു. പുള്ളി അത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആള് ഓക്കെ സാറ്റിസ്ഫൈഡ് ആയി. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ലേണർ ആണ് പ്രോഗ്രസ് ചെയ്യുന്നത് മോഡുലർ അപ്രോച്ചില്. കാരണം ആ ഒരു ടീച്ചർക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്തില്ല. ടീച്ചർ ഏതോ 2 ടെക്സ്റ്റ് ഫോളോ ചെയ്തു, അത് വെച്ചിട്ട് ക്ലാസ് എടുത്തു. പക്ഷെ ബാക്കിയുള്ള ടെക്സ്റ്റുകൾ നോക്കണമെന്നുള്ള ആ ഒരു ഇത് ടീച്ചർ കാണിച്ചില്ല. അപ്പൊ ശരിക്കും ലേണേഴ്സ് ആണ് ഈ മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്ങിൽ പ്രോഗ്രസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലേ മോഡുലർ അപ്രോച്ച്? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഓപ്പറേഷൻസ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ് ആണ് അടുത്ത വരുന്നത്. മോഡുലർ അപ്രോച്ച് ഞാൻ ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു, ഞാൻ സ്ക്രോൾ ചെയ്യാൻ വിട്ടുപോകും. നെക്സ്റ്റ് ഓപ്പറേഷൻസ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്. ഇനി ഓപ്പറേഷൻസ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്ങിൽ നിങ്ങൾക്ക് 3 സ്റ്റേജസ് കാണാം. അത് വായിച്ചിട്ട് അത് എന്തായിരിക്കും എന്നൊന്ന് പറയാൻ പറ്റും. പ്രീ ആക്റ്റീവ് സ്റ്റേജും ഇന്ററാക്റ്റീവ് സ്റ്റേജും പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജും. എന്തായിരിക്കും പ്രീ ആക്റ്റീവ് സ്റ്റേജ്? ക്ലാസ് റൂമിൽ ക്ലാസ് റൂം പ്ലാനിങ് എന്ന് പറഞ്ഞതാണ്. എന്തോ
ക്ലാസ് റൂം പ്ലാനിങ് എന്ന് പറഞ്ഞതാണ്. ക്ലാസ് റൂം എങ്ങനെ എടുക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യും. അതെ, ഡിഫറെന്റ് സ്റ്റേജസും ഫേസസും ആയിരിക്കും ക്ലാസ് റൂമിൽ ടീച്ച് ചെയ്യുന്നതിന്. അതൊരു ജനറൽ ഫോമാറ്റിന് 3 സ്റ്റേജസ് ആണെന്നുള്ള രീതിയിലാണ് പ്രീ ആക്റ്റീവ് സ്റ്റേജും ഇന്ററാക്റ്റീവ് സ്റ്റേജും പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജും. നമ്മൾ ഒരു ക്ലാസ് എടുക്കാൻ പോവാന്ന് വിചാരിക്കാം, ഒരു 1 hour സെഷനാണ് ക്ലാസ് എന്ന് വിചാരിക്കുക. ഈ ക്ലാസ്സിന് മുമ്പ് ഒരു ടൈം ഉണ്ടാവും, ആ ക്ലാസ് നടക്കുന്ന ഇന്ററാക്ഷൻ നടക്കുന്ന ഒരു ടൈം ഉണ്ടാകും, ആഫ്റ്റർ ദാറ്റ് ഒരു ടൈം ഉണ്ടാകും. നമ്മൾ അങ്ങനെയല്ല, ചില ഡിസ്കഷൻസ് ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോഴേക്കും അതിനു മുൻപ് ഇതാണ് നമ്മുടെ ഡിസ്കഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ കുറേ ആൾക്കാർ റൗണ്ട്, ഇപ്പൊ 10 പേരിരുന്ന് അല്ലെങ്കിൽ 20 പേരിരുന്നിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണെങ്കിൽ അതിൽ ചിലപ്പോൾ 4-5 പേര് പാനലിൽ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അവര് എത്ര സമയം സംസാരിക്കും, അത് കഴിയുമ്പോൾ ഓഡിയൻസിലേക്ക് വരും, അത് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും അവരിലേക്ക് കൺക്ലൂഷനിലേക്ക് വരും. അപ്പൊ ആ രീതിയിലൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു ഇത് അതിന്റെ ആ സ്റ്റേജിന് മുമ്പുള്ള പ്രീ ആക്റ്റീവ് സ്റ്റേജ്, അത് കഴിഞ്ഞ് ഇന്ററാക്ഷൻ നടക്കുന്നത് ഇന്ററാക്റ്റീവ് സ്റ്റേജ്, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ. ആ ഒരു രീതിയിൽ ക്ലാസ് റൂം ടീച്ചിങ് നടക്കുന്നത്. വേരിയസ് ആക്ടിവിറ്റീസ് ഇവിടെ ആ ടീച്ചറെ ഡിപ്പെൻഡ് ചെയ്യും, ആ ടീച്ചർ യൂസ് ചെയ്യും പലപ്പോഴും പല കാര്യങ്ങൾ. അതായത് ടീച്ചർ പ്ലാൻ ചെയ്യുന്നു, അതാണ് പ്രീ ആക്റ്റീവ് സ്റ്റേജിൽ വരുന്നത്. ആ ഒരു പ്ലാനിങ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുന്നു. നമ്മൾ ചില സമയത്ത് കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുക്കാനായിട്ട് ഇവരെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും പ്രീ ആക്റ്റീവ് സ്റ്റേജിൽ വരും. അപ്പൊ നമ്മൾ അന്നത്തെ ദിവസം കുട്ടികളെ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യിക്കാം. ഓരോ ഗ്രൂപ്പിന് ഓരോ ടോപ്പിക് കൊടുത്തിട്ട് ആലോചിച്ചിട്ട് 10 minutes കൊടുക്കുന്നു, ആലോചിച്ചിട്ട് അവരത് പ്രസന്റ് ചെയ്യാനോ അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്ന രീതിയിലൊക്കെ ചില സെഷൻസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുന്നു, ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നു, പിന്നെ ലാസ്റ്റ് അസസ് ചെയ്യുന്നു, ആ ലേണിംഗ് പ്രോസസ്സ് അസസ് ചെയ്യുന്നു. അവിടെ പല കാര്യങ്ങൾ ഉണ്ടാകാം. അതായത് ഒരു പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ നടക്കും. അതുപോലെ തന്നെ അതായത് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈ കരിക്കുലം ഇത് എന്താണോ അത് വരേണ്ടത്, ആ ടോപ്പിക്സ് വരേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അതിന് വേണ്ടുന്ന റിസോഴ്സസ് എന്തൊക്കെയാണ്, ആ റിസോഴ്സസ് ഒക്കെ സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആ കൊടുക്കേണ്ട ലെസൺ ഒന്ന് ഡിസൈൻ ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ആ ലെസണിൽ. ഇപ്പൊ നാളെ നിങ്ങൾക്ക് വന്ന് ഞാനൊരു ലെസൺ എടുക്കാൻ പോവുകയാണ്, അപ്പൊ ഞാൻ ഇന്നേ പ്ലാൻ ചെയ്യുവാണ്. ആ ലെസൺ കൊടുക്കുമ്പോൾ ഞാൻ അതിന്റെ കൂടെ എന്തെല്ലാം ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെല്ലാം അസൈൻമെന്റ് എന്തൊക്കെ കൊടുക്കണം, പിന്നെ ആ ലെസൺ പ്രസന്റ് ചെയ്യാനായിട്ട് എനിക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, എന്തെല്ലാം എയ്ഡ് വേണം, ടീച്ചിങ് എയ്ഡ്സ് എന്തെങ്കിലും വേണോ, അങ്ങനത്തെ വേണോ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിട്ട് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും. അതാണ് ഓപ്പറേഷൻസും ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിലും ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും കൂടുതൽ ഇതിനകത്ത് വരിക. അപ്പോഴാണ് അവിടെ ഒരു ഇന്ററാക്റ്റീവ് സ്റ്റേജ് എന്നുള്ളത് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ വായിച്ചു ചെല്ലുമ്പോഴേക്കും ഒരാളുടെ പേര് കാണും കേട്ടോ, കാൾ ഓപ്പൺ ഷോ എന്ന് പറയുന്നത്. ഓപ്പൺ ഷോ ഒരുമിച്ചാണ്. കാൾ ഓപ്പൺ ഷോ ശരിക്കും ഒരു ക്രിയേറ്റീവ് ഡയറക്ടറാണ്. അദ്ദേഹം കുറെ മൂവീസിന്റെ, ഹോളിവുഡ് മൂവീസിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറും അതിന്റെ കുറെ ഡിസൈനും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എന്താണ് ടീച്ചിങ്ങിലെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കുറെ നോക്കി. ജനറൽ ടീച്ചിങ് തിയറി എന്ന് പറഞ്ഞൊരു ബുക്ക് അദ്ദേഹം വേറെ 2 ഓതേഴ്സുമായിട്ട് ചേർന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ കൺസെപ്റ്റ്, ഈ ഓപ്പറേഷൻസ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്ങിന്റെ കൺസെപ്റ്റ് ഈ ഒരു ബുക്കിൽ നിന്നാണ്, ജനറൽ ടീച്ചിങ് തിയറി എന്നുള്ളത് കാൾ ഓപ്പൺ ഷൂവിന്റെ ആ ഒരു ബുക്കിൽ നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കല്ല അത് എഴുതിയിരിക്കുന്നത്, വേറെ 2 ആളുകൾ കൂടി ചേർന്നിട്ടാണ്. ആ പേരവിടെ വന്നത് കൊണ്ട് ഞാൻ ആ ബുക്ക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് അതിൽ വരുന്നത്. അങ്ങനെ കുറെ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ലൈക്ക് നമ്മൾ പ്രീ ആക്റ്റീവ് സ്റ്റേജ് പറഞ്ഞു, ഇന്ററാക്റ്റീവ് സ്റ്റേജ് പറഞ്ഞു, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് പറഞ്ഞല്ലോ. ഈ ഓരോ സ്റ്റേജിലും കുറെ സബ് സ്റ്റെപ്പുകൾ പോലെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രീ ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ടീച്ചർ പ്ലാൻ ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ലെസൺ എങ്ങനെ കൊടുക്കണം, അതിന് വേണ്ടുന്ന റിസോഴ്സ് എങ്ങനെ കണ്ടെത്തണം, അതെങ്ങനെ ഡെലിവർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അത് ഇന്ററാക്ഷനിലേക്ക് ചെല്ലുന്നു, കുട്ടികൾ അത് മനസ്സിലാക്കുന്നതും കുട്ടികൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതും പ്രോബ്ലം സോൾവിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ററാക്റ്റീവ് സ്റ്റേജിൽ വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ്, ഇതിനൊന്ന്
അസസ് ചെയ്യും അല്ലെ. നമ്മുടെ കുട്ടികൾക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ് എന്നൊക്കെ പല രീതിയിലും പരീക്ഷകൾ നടത്താറുണ്ടല്ലോ. ചിലയിടത്ത് PT1 PT2 എന്നൊക്കെ പറയുന്ന പോലെ SA1 SA2 FA1 FA2 എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എന്റെ കുട്ടികൾക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ്. റെഗുലർലി അസസ് ചെയ്യും, യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തുന്നു, അതുപോലെയൊക്കെ അസസ്മെന്റും അതിന്റെ ഫീഡ്ബാക്കും. അത് കഴിഞ്ഞ് ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ ഒരു സമ്മേറ്റീവ് അസസ്മെന്റ് എല്ലാം കൂടെ ചേർത്തിട്ടൊരു ടൈം എക്സാം നടത്തുന്ന പോലെ ആ ഒരു രീതിയിൽ നടക്കും. അപ്പൊ നിങ്ങൾക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നുള്ള രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ തന്നെ. ഓക്കെ. പിന്നെ സ്റ്റുഡൻസിനെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിക്കാറുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ടീച്ചിങ് മെത്തേഡിൽ. കാരണം എന്ന് വെച്ചാൽ സ്റ്റുഡന്റ് എൻഗേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളെ കൊണ്ട് എൻഗേജ് ചെയ്യിക്കും, എപ്പോഴും ഇൻവോൾവ് ചെയ്യിക്കും, കുട്ടികളെ ടീച്ചറെ എൻകറേജ് ചെയ്യിക്കും, കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ. ഇത് ഗ്രൂപ്പ് വർക്ക് പറഞ്ഞില്ലേ, ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് പല വർക്കുകളും കൊടുക്കും, അവരോട് തമ്മിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറയും, സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ് ലീഡ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്റെ മോന്റെ സ്കൂളിൽ അവർക്ക് സ്റ്റുഡന്റ് ലീഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡന്റ് ലീഡ് കോൺഫറൻസ് SLC എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ടീച്ചർമാരൊക്കെ നമ്മളെ സൈഡിൽ നിൽക്കുകയുള്ളൂ, കുട്ടികളാണെന്ന് പ്രസന്റ് ചെയ്യുന്നത് മുഴുവനും. നമ്മൾ പാരന്റ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യും. നമ്മൾ പാരന്റ്സ് സ്റ്റുഡൻസ് ആയിട്ട് റോളിൽ പോയിട്ട് നമ്മളുടെ മക്കള് നമ്മളെ ടീച്ച് ചെയ്യുന്ന രീതിയിലുള്ള, ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പൊ അതൊക്കെ കുട്ടികൾക്കൊരു മോട്ടിവേഷൻ ആണ്, അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ആ ഒരു പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജിൽ വരുമ്പോഴാണ് ടീച്ചറെ മോട്ടിവേറ്റ് ചെയ്യുന്നു, കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്നു, പോസിറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരും. നെക്സ്റ്റ് ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. കുറച്ച് കാര്യമായിട്ടൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് സെമിനാറൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലുമൊക്കെ സെമിനാർ എടുക്കാൻ റെഡിയാന്നൊക്കെ പറയുമെങ്കിൽ നല്ലതായിരിക്കും. എന്റെ ക്ലാസ്സിലും ഒരു സെമിനാർ, അശ്വതി മിസ്സിന്റെ ക്ലാസ്സിൽ ഒരു സെമിനാർ, അങ്ങനെ വേണ്ട കേട്ടോ. ആരുടെങ്കിലും ഒരു ക്ലാസ്സിൽ ഒരു സെമിനാർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇനി അതല്ല, എനിക്ക് ഈ ക്ലാസ് എടുക്കണം അങ്ങനെ ആഗ്രഹിച്ചൊക്കെ വരുവാണെങ്കിൽ യു ക്യാൻ ഡു. അല്ലാതെ നമ്മളുടെ പ്രാക്ടിക്കൽ സൈഡിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് സെമിനാർ മതി. നെക്സ്റ്റ് ഡയമെൻഷൻസ് ആണ്, ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഓക്കെ. ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂളിന്റെ പ്രമിസസ്, അതെല്ലാം ലേണിംഗ് എൻവയോൺമെന്റിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ ഫാക്ടേഴ്സ് എല്ലാം അഫക്ട് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡയമെൻഷൻസ് ആയിട്ട് പറയുന്നുണ്ട് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ ആണ് ഫിസിക്കൽ ഡയമെൻഷൻസ് ഓർ എൻവയോൺമെന്റ്. ഫിസിക്കൽ ഡയമെൻഷൻസ് ഓർ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂം ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ചെറിയ ഫങ്ഷണൽ യൂണിറ്റ് ആണ്. അങ്ങനെ കുറെ ക്ലാസ് റൂംസ് ഉണ്ടല്ലേ, അങ്ങനെ എല്ലാ യൂണിറ്റ്സും കൂടെ ചേരുമ്പോഴാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫുൾ ഇൻഫ്രാസ്ട്രക്ചർ ആകുന്നത്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലൊക്കേഷൻ, ബിൽഡിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഫിസിക്കൽ ഡയമെൻഷൻസ് ഓഫ് എൻവയോൺമെന്റിൽ വരും. ഓക്കെ. ക്ലാസ് റൂം ഒരു ചെറിയൊരു ഫങ്ഷണൽ യൂണിറ്റ് ആണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ. ഇപ്പൊ ലൊക്കേഷൻ, ബിൽഡിങ്ങിന്റെ ലൊക്കേഷൻ, അതുപോലെ തന്നെ സ്കൂൾ ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ, കാഴ്ചയ്ക്ക് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരിക. അത് മാത്രമല്ല ഹൈജീൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിലെ സറൗണ്ടിങ്സ്, നമ്മൾ ഫസ്റ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ പഠിച്ചപ്പോൾ സ്കൂളിൽ അതെങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നല്ല ക്ലീൻ വാട്ടർ, ഡ്രിങ്കിങ് പർപ്പസിനും അല്ലാതെ ക്ലീനിങ് പർപ്പസിനും അവിടെ വെള്ളം വേണം. പിന്നെ സറൗണ്ടിങ്സ് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. കുട്ടികൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇടങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഫർണിച്ചറൊക്കെ ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം. എല്ലാം നല്ല കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ ലോൺസ്, അതുപോലെ ഗാർഡൻ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നല്ല ഭംഗിയാക്കി വെക്കുക. ക്ലാസ് റൂംസ് എല്ലാം ഡിസൈൻ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യുക. ക്ലാസ് റൂം പിന്നെ നല്ല ഫ്രഷ് എയർ ഉണ്ടായിരിക്കണം. ലൈറ്റ്, നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലും, പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, പിന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ്, പിന്നെ ബോർഡ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ബോർഡ് ഫെസിലിറ്റി, പിന്നെ സ്മാർട്ട് ക്ലാസ് റൂം, അങ്ങനത്തെ ഒക്കെ ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളത് ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ ഒരു മാനേജർ പോലെയാണ് ഇതെല്ലാ ഫെസിലിറ്റീസ് നോക്കണം. കാരണം ഓരോ ക്ലാസ്സിലും വന്ന ഒരു പക്ഷേ
ആ സ്കൂളിന്റെ ഓവറോൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ നോക്കാൻ പറ്റില്ല. ഒരു ക്ലാസ് റൂം ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചർ ആയിരിക്കണം ആ സമയത്ത് ആ മാനേജർ. അവര് ഇതെല്ലാ ഫെസിലിറ്റീസും ചെക്ക് ചെയ്ത് എല്ലാം നോക്കി മനസ്സിലാക്കി ക്ലാസ് റൂമിന്റെ ഒരു ഫിസിക്കൽ സെറ്റിംഗ് കുട്ടികൾക്ക് ഇരിക്കാൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്കും ടീച്ചർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണോ, അവരുടെ ലേണിങ്ങിന് തടസ്സമാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതിന്റെ ഫിസിക്കൽ സെറ്റിങ്ങിലുണ്ടോ, അതാണ് നോക്കുന്നത്. ഫിസിക്കൽ ഡയമെൻഷൻ ഓഫ് എൻവയോൺമെന്റ് ആണ് നമ്മൾ പറയുന്നത്. പിന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻസ്. സ്കൂളിൽ എങ്ങനെയാ ഈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ വരുന്നത്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരിക്കും സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി പോകുന്നു, ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുന്നു, കുട്ടി പഠിച്ചിട്ട് തിരിച്ചു വരുന്നു, ഇത് മാത്രം നടക്കുന്ന ഒരു സ്ഥലമാണോ സ്കൂള്? സ്കൂൾ എന്നല്ല, ഏതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് മാത്രമുള്ള സ്ഥലമാണ്. അല്ല, അവിടെ കരിക്കുലർ ആക്ടിവിറ്റീസ് പോലത്തെ Extra ഒരുപാട് curricular കാര്യങ്ങൾ activities. നടക്കുന്നുണ്ട്. വേണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം കിട്ടും അവിടുന്ന്? വാല്യൂസ് അല്ലെ, അവരുടെ മോറൽ വാല്യൂസ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ കുട്ടികൾ പോകുന്ന രണ്ടാമത്തെ ഒരു എൻവയോൺമെന്റ് ആണ്, നമ്മൾ പറഞ്ഞു അല്ലെ 3 എൻവയോൺമെന്റിലേക്കാണ് ഒരു കുഞ്ഞ് പോകുന്നത്. വീട്, കുഞ്ഞ് പോകുന്നതല്ല, കുഞ്ഞ് വളരുന്നത്. വീട്, സ്കൂള്, അതുപോലെ തന്നെ സൊസൈറ്റി. അപ്പോ ഈ സ്കൂളിൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈമിന്റെ ഒരു 90% ആ കുട്ടി ആ സ്കൂളിലാണ്. ഇന്ന് എന്റെ സ്കൂളില് മോന്റെ സ്കൂളില് ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് കമ്പൽസറി ആയിട്ട് എല്ലാ പാരന്റ്സും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് അവര് കുറെ അങ്ങനെ നെക്സ്റ്റ് അക്കാദമിക് ഇയറിന്റെ കുറെ കാര്യങ്ങളും ഈ അക്കാദമിക് ഇയറിന്റെ ഒരു കൺക്ലൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിന്റെ ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാനൊരു ഓപ്പൺ ഫോറത്തിൽ പോയത് ഈ അഡോളസൻ ഏജിലുള്ള കുട്ടികളുടെ ആ ഒരു പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് ഒരു, കാരണം കേരളത്തെ പഞ്ചാബിനോട് ഉപമിക്കാൻ തുടങ്ങി നോർത്തിലുള്ളവര്. അതുപോലുള്ള ക്രൈംസ് ആണല്ലോ ഇവിടെ വരുന്നത്. ഈ വർഷം തുടങ്ങിയിട്ട് 2 മാസമായപ്പോ. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ഇപ്പൊ അഡോളസൻ ആ ഒരു ഏജിലുള്ള കുട്ടികള് ഒരു 30 വയസ്സ് 40 വയസ്സ് വരെ ഒക്കെ ആവുമ്പോഴേക്കും റീപ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെട്ട്, ഇമാജിനേഷൻ നഷ്ടപ്പെട്ട്, ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ട്, ചിന്താശേഷിയൊക്കെ നഷ്ടപ്പെട്ട് ജീവിതം തീരും. ഒന്നുമാവാത്ത പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു തലമുറ നശിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. നമ്മളൊക്കെ ജീവനോടെ ഇരിക്കും, അവരൊക്കെ നശിച്ചു പോകും. ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഇതൊക്കെയാണ് കാണുന്നത്. അതിനു വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ പാരന്റ്സ് എല്ലാം ഇരിക്കുവാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ലേണിംഗ്, കുട്ടികളുടെ പഠിത്തത്തെ കുറിച്ചല്ല പറയാനുള്ളത്, ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഐ എം വെരി പ്രൗഡ്. കാരണം എന്താ വെച്ചാല് ആ ഒരു ഓപ്പൺ ഫോറത്തില് ഭയങ്കര ഡെലിഗേറ്റ്സ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. പറഞ്ഞു കഴിഞ്ഞാല് CBI ഓഫീസർ, പിന്നെ അഡ്വക്കേറ്റ്സ്, പല സ്കൂളിലെയും പ്രിൻസിപ്പൽസ്, കോളേജിന്റെ പ്രിൻസിപ്പൽസ്, പിന്നെ മെന്റൽ ഹെൽത്തിലെ കുറെ പ്രൊഫഷണൽസ് ഒക്കെ വന്നിരുന്നേ. ഇവര് കൺക്ലൂഡ് ചെയ്ത കാര്യങ്ങള് നമ്മളുടെ മോണ്ടിസോറി മെത്തേഡായിരുന്നു. അവര് മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞിട്ടാണോ പറയണെന്ന് എനിക്കറിയില്ല. മോണ്ടിസോറി മെത്തേഡായിരുന്നു അവര് കൺക്ലൂഡ് ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാല് നമ്മളിവിടെ ആ മെത്തേഡ് നമ്മളെല്ലാം കുറെ പേരുടെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കൈകളിലേക്ക് അത് എത്തിക്കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കൈകളിലേക്കായിരിക്കും കുഞ്ഞു കുട്ടികൾ വരുന്നത്. ആ ജനറേഷനെ നിങ്ങൾക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പോയ ജനറേഷനെ, കെമിക്കൽസ് എല്ലാം ഉള്ളിൽ പോയ ജനറേഷനെ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. കാരണം അവരുടെ ഒരു 30-40 ആകുമ്പോഴേക്കും അങ്ങനെ ആയിപ്പോയ കുട്ടികളുടെ ജീവിതം അവിടെ തീരും. പക്ഷെ തുടങ്ങുന്ന കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താലോ. അവരെ അങ്ങോട്ടൊന്നും വിടാതെ അവരെ ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്ത്, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ നമ്മൾ പറഞ്ഞില്ലേ, കിച്ചൺ, ലൈഫ് സ്കിൽസ് കൊടുത്ത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. അവിടെ വന്നൊരു ഓഫീസർ പറഞ്ഞതാ, അതല്ലേ നമ്മളും പറഞ്ഞുകൊണ്ടിരുന്നേ, നേച്ചർ ഇൻസ്പയർസ് ദ ചിൽഡ്രൻ. ഞാൻ ശരിക്കും ഇരുന്ന് ആലോചിക്കുക, എന്തൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ, നമ്മൾ എന്തെല്ലാം മെത്തേഡ് നമ്മളുടെ ഉള്ളിലുണ്ടോ, അത് മുഴുവനുമാണ് അവര് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തത് ആ ഫോറമിലെ ഡിസ്കഷന് ശേഷം. അപ്പൊ ശരിക്കും ഇറ്റ്സ് എ ഡിവൈൻ വർക്ക്. നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് നിങ്ങളെ പോലെ കുറെ ഫെസിലിറ്റേറ്റേഴ്സിനെ മോൾഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കോ എത്ര കുട്ടികളെ നിങ്ങളുടെ കയ്യിൽ കിട്ടും?
സോ അത് ഇപ്പോഴുള്ള ഈ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞത് മുഴുവനും നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ്സ് ആയിരുന്നു. ഫുൾ ആ മെത്തേഡാ പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ല. കുട്ടികളെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യൂ, അതായിരുന്നു ആ ഒരു സാറ് പറഞ്ഞത്. അതിനെല്ലാരും അംഗീകരിക്കുകയും ചെയ്തു. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യൂ, അവർക്ക് ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യും. അതന്നെയല്ലേ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് മോന്റെ സ്കൂളിൽ അത് ഷെയർ ചെയ്തു. ഞാൻ പാരന്റ്സിനോട് പറയുമായിരുന്നു, അങ്ങനെ ഈ 3 എൻവയോൺമെന്റിന്റെ 3 ഏരിയയിലൂടെ കുഞ്ഞ് കടന്നു പോകുമ്പോൾ വീട്ടിലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്കൂളിലുള്ളവരുടെയും ചോദിച്ചു, അവർ ആക്റ്റീവ് ആയിരിക്കുന്നതിന്റെ ടൈമിൽ കൂടുതലും നിങ്ങളുടെ കൂടെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചേഴ്സ് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കേൾക്കാനുള്ള സമയം കണ്ടെത്തണം. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. പാരന്റ്സിനൊന്നും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. കാരണം മിക്ക വീടുകളിലും കുട്ടികളെ കേൾക്കാൻ പാരന്റ്സിന് സമയമില്ല. എന്തുകൊണ്ട് സമയമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡിജിറ്റൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. കുട്ടികൾ മാത്രമല്ല സ്ക്രീനിൽ നോക്കിയിരിക്കുന്നത്, പാരന്റ്സിനും സ്ക്രീൻ അഡിക്ഷൻ ഉണ്ട്. ഏതെങ്കിലും പാരന്റ് സമ്മതിക്കൂ? കുട്ടികൾക്ക് സ്ക്രീൻ അഡിക്ഷൻ എന്നല്ലാതെ എനിക്ക് അതിന് അഡിക്ഷൻ ഉണ്ടെന്ന് ഒരു പാരന്റ് സമ്മതിക്കില്ല. സോ നിങ്ങൾ ഉപയോഗിച്ചാൽ കുഞ്ഞ് അത് തന്നെ കണ്ട് അതുപോലെ ചെയ്യും. അപ്പൊ അത് ശരിക്കും നമ്മളൊന്ന് ക്ലിയർ ചെയ്യണം. ഡിജിറ്റൽ ഡ്രൈ മൊമെന്റ് എന്നോ ഡ്രൈ ടൈം എന്നോ ആ രീതിയിലാക്കിയിട്ട് എല്ലാവരും ദിവസവും ഇത്ര സമയം ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കുറെ സമയം സംസാരിച്ചിരിക്കും. നമുക്ക് ഡിജിറ്റൽ ഡ്രൈ ഡേ ഒന്നും വെക്കാൻ ഇപ്പൊ പറ്റില്ല. ഫുൾ ഡേ ഒന്നും ആർക്കും ഫോൺ മാറ്റി വെക്കാൻ പറ്റില്ല. ഡിജിറ്റൽ ഡ്രൈ ടൈം എന്നോ ഡ്രൈ മൊമെന്റ് എന്നോ ഡ്രൈ ഹാപ്പിനെസ് എന്നോ ഡ്രൈ ഹാപ്പി ടൈം എന്ന് എന്ത് പേരിന് വേണ്ടി നിങ്ങൾ വിളിച്ചു, അങ്ങനെ ഒരു കുറച്ച് സമയം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കൂ. പണ്ടത്തെ കുറെ കളികളും കഥകളും ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അങ്ങനെയൊക്കെ ഒന്ന് തുടങ്ങി വെക്കാം നമുക്ക് വീട്ടിൽ. ഡിജിറ്റൽ ഡ്രൈ അവേഴ്സ് ഒരു വാക്ക് അത് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും കുറെ തുടക്കമൊക്കെ കുട്ടികളൊന്ന് ഇൻവോൾവ് ആകാൻ ഇച്ചിരി മടി കാണിക്കുമായിരിക്കും. പണ്ട് ഉണ്ടായിരുന്നില്ലേ, എല്ലാരും ടിവിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് വന്നപ്പോ ടി വി കാണലായിരുന്നു. പവർ കട്ട് വരുമ്പോഴേക്കും അതൊക്കെ അന്താക്ഷരിയായി. അങ്ങനെ ഓരോ കാര്യങ്ങള്. പവർ കട്ട് വരുമ്പോഴേക്കും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. അതിന് വേണ്ടി കോമഡി ഇതൊക്കെ ഇറങ്ങുകയും ചെയ്തു അതിനെയൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ പിന്നെ പവർ കട്ട് എന്നുള്ളൊരു പ്രശ്നം അങ്ങനെ എല്ലായിടത്തും ഇല്ല. പലർക്കും ഇൻവേർട്ടർ ഉണ്ട്, അങ്ങനെ പല പല ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ഇവൻ കറണ്ട് ഇല്ലെങ്കിലും ഫോണും പിടിച്ചുകൊണ്ട് പോകും ആൾക്കാർ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് വരും. ഇപ്പൊ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന് തുടങ്ങണം. ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. പാരന്റ്സ് യൂസ് ചെയ്യുന്ന ക്ലീഷേ ഡയലോഗ്സ് മനസ്സിൽ നിന്ന് മാറ്റുക. എന്റെ കുട്ടികൾ അവരങ്ങനെ ചെയ്യില്ല, എന്റെ കുട്ടികൾ ചെയ്ത് കഴിയുമ്പോഴാണ് അവര് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ അവന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു, പിന്നെ എന്താണ് അവനിങ്ങനെ. അപ്പൊ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എവിടെയോ ഒരു പാകപ്പിഴ വന്നിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞില്ലേ, ഹെൽത്തിന്റെ കാര്യത്തില് ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ മെന്റൽ ഹെൽത്തിനുള്ള ന്യൂട്രിയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. വാർമത്ത്, അഫെക്ഷൻ, കെയർ, ലവ്, സപ്പോർട്ട്, സ്നേഹത്തോടുള്ള ശാസന, ഡെഫിനറ്റ്ലി അത് വേണം. എപ്പോഴും വാരിക്കോരി ബാക്കിയുള്ളത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സ്നേഹത്തോടെ നമ്മളൊന്ന് ശാസിക്കുമ്പോൾ അവർക്ക് ഞാനത് ചെയ്യരുതായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അവരൊരിക്കലും നമ്മളോട് ആ രീതിയിൽ നമ്മൾ അവരോട് ശാസിക്കുമ്പോൾ അവരൊരിക്കലും നമ്മളോടൊരു ദേഷ്യം കാണിക്കില്ല. അവരത് അവരുടെ സെൽഫ് കറക്ഷനെ യൂസ് ചെയ്യുക. അങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്കഷൻ ഫോറത്തിലായിരുന്നു. നല്ല മീൻസ് നമുക്ക് ടെൻഷൻ വന്നു, ഭയങ്കര സ്ട്രെസ്സിലായെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലും ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതായിരുന്നു സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻസില് കുട്ടികളും ടീച്ചറും തമ്മിലുള്ള റിലേഷൻ. അവിടെ ടീച്ചർ ആൻഡ് ടോട്ട് റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്യൂപ്പിൾ ആണ്. അതായത് പഠിപ്പിക്കുന്ന ആളും പഠിക്കുന്ന ആളും തമ്മിലുള്ള റിലേഷൻ എന്നുള്ള ഉദ്ദേശത്തിലാണ്. നിങ്ങൾ വേണമെങ്കിൽ പ്യൂപ്പിൾ PUPIL എന്നോ ആ ഒരു വാക്ക് വേണമെങ്കിൽ എഴുതി വെച്ചു. സ്റ്റുഡന്റ് എന്നുള്ള മീനിങ് വരുന്ന രീതിയിൽ ടീച്ചർ ആൻഡ് ടോട്ട് റിലേഷൻ. പണ്ടത്തെ ആ ഒരു ബന്ധം ഇപ്പോഴും നമ്മൾ എത്രയോ ടീച്ചർമാരെ ഓർക്കുന്നു അല്ലെ. നിങ്ങൾക്ക് ഞാൻ അസൈൻമെന്റ് തന്നതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾക്ക്. അപ്പൊ ഞാനൊക്കെ എഴുതിയത് എന്നെ നഴ്സറി പഠിപ്പിച്ച ടീച്ചറാണ്. അവരെ ഞാൻ ഇത്രയും, അതായത് എന്താ പറയാ, 42 വർഷം കഴിഞ്ഞിട്ടും അവരെന്റെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്നെങ്കിൽ എന്ത് എഫക്റ്റ് ആയിരിക്കും അവരുടെ, അല്ലെ? അത്രയ്ക്ക് ഒരു ഇമ്പാക്ട് അവർ എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ പലരും എഴുതിയിട്ടുള്ളതും ഇതുപോലെ തന്നെ പണ്ട് നഴ്സറി പഠിപ്പിച്ച ടീച്ചറൊക്കെ എഴുതിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് അതിലേക്ക് വരണം. ഇപ്പോഴില്ലാതിരിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, പിന്നെ കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്
പിയർ ഗ്രൂപ്പ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പലപ്പോഴും തന്നെ പല സോഷ്യൽ ക്വാളിറ്റീസ്, സോഷ്യൽ വാല്യൂസ് എല്ലാം കിട്ടുന്നത് ഇവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. ഇപ്പൊ ഇന്ന് മീറ്റിംഗിന് ചെന്നപ്പോഴുണ്ടല്ലോ, ഇവരിങ്ങനെ കുറെ വർഷങ്ങളായിട്ട് ഒരു 5-6 വർഷമായിട്ടുള്ള യൂണിഫോം, അപ്പൊ പതുക്കെ ചെറിയ ക്ലാസ്സിൽ നിന്ന് അവര് മാറ്റം വരുത്തി. അപ്പോ യൂണിഫോമിലെ മാറ്റത്തെ പറ്റി പറയുമ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇപ്പൊ ഉപയോഗിക്കുന്ന യൂണിഫോം നന്നായിരിക്കുവാണെങ്കിൽ പുതിയ യൂണിഫോമിലേക്ക് മാറണ്ട, നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാം. ഇപ്പൊ 2 ടൈപ്പ് യൂണിഫോം സ്കൂളിൽ ഉണ്ടാവുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് പുതിയ യൂണിഫോം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന്റെ കളറ്. ചെറിയ KG-യിലെ കുട്ടികളും 1-ാം ക്ലാസ്സിലെ 2-ാം ക്ലാസ്സിലെ കുട്ടികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. മോനിപ്പോ 8-ാം ക്ലാസ്സിലാണല്ലോ, ഇനി 9-ലേക്ക്. ഞാൻ അവനോട് വന്നിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ പറഞ്ഞു യൂണിഫോം ചേഞ്ച് ചെയ്യാം, അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ പറയാം, നാളെ പോയി ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കും നിങ്ങൾ ആരെങ്കിലും മാറുന്നുണ്ടോ, എന്നാലാണ് ഞാൻ മാറും. അതാണ് ആ ഒരു റിലേഷൻഷിപ്പ് എമംഗ് സ്റ്റുഡൻസ്. അവൻ ഒറ്റയ്ക്കായിട്ട് മാറി, അവൻ മാത്രമായിട്ട് ആ പുതിയ യൂണിഫോം ഇടുന്നു, മറ്റുള്ളവർ മാറിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ നാളെ പറയാറ്. അത് പോയി ഫ്രണ്ട്സിനോട് ചോദിച്ച് അവരും മാറുന്നുണ്ടെങ്കിൽ അവൻ റെഡിയാ, ആ ഒരു രീതിയിൽ. അപ്പൊ റിലേഷൻഷിപ്പ് എമംഗ് സ്റ്റുഡൻസ് അതുണ്ട്. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് പ്രിൻസിപ്പൾ ആണ്. അവിടെ പ്രിൻസിപ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, പ്രിൻസിപ്പൾ, PRINCIPAL. നിങ്ങൾക്ക് വായിച്ചപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ടീച്ചറും പ്രിൻസിപ്പളും തമ്മിലുള്ള റിലേഷൻ ഇതെല്ലാം വരും. അതൊരു നല്ലൊരു റിലേഷൻ ആയിരിക്കണം അല്ലെ. ബോസ് ആണ്, ബട്ട് അവിടെ ഒരു നല്ലൊരു റിലേഷൻ, ഒരു ഹെൽത്തി റിലേഷൻ തന്നെ വേണം. ടീച്ചർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് സോർട്ട് ഔട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൾ ആയിരിക്കണം. അല്ലാതെ ഷൗട്ട് ചെയ്ത് അവരെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലാവരുത് പ്രിൻസിപ്പൾ ആണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെയുള്ള ഒരാളാവുമ്പോൾ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് വളരെ എന്താ പറയാ സമാധാനത്തോടു കൂടി ആ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയി കാര്യം പ്രസന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ഒരു സൊല്യൂഷനും കിട്ടും. ഓക്കെ, റിലേഷൻഷിപ്പ് എമംഗ് ടീച്ചേഴ്സ്, കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, കൊളീഗ്സ്, അവരുമായിട്ടുള്ള റിലേഷൻ അതും വേണം അല്ലെ. നമുക്കൊരു ദിവസം ഒരു എമർജൻസി, ഒരു ലീവ് വേണം, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ, അല്ലെങ്കിൽ ഒരു ഇച്ചിരി 5 minutes ഒന്ന് വൈകി വരും. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ വിളിച്ച് പറയാൻ പറ്റുന്ന നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ ആ ഒരു ആബ്സെൻസ് ഒന്ന് മാനേജ് ചെയ്യണേന്ന് പറയാനായിട്ട് പെട്ടെന്നൊക്കെ വരുമ്പോഴേക്കും, ഇപ്പൊ പ്രീവിയസ്ലി പ്ലാൻഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലീവ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പെട്ടെന്ന് നമുക്ക് മോർണിംഗ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വരുന്നു, പെട്ടെന്ന് അവരെ വിളിച്ച് ഒന്ന് കാര്യങ്ങൾ ക്ലാസ് ഒന്ന് മാനേജ് ചെയ്യണേ. സോ അതാണ് ശരിക്കും സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷനിൽ വരുന്നത് ഇതെല്ലാമാണ്. ഇപ്പൊ നോക്കിക്കേ, ആ സ്കൂളിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിലെ മെയിൻ ആൾക്കാർ വന്നു കഴിഞ്ഞു, പ്രിൻസിപ്പൽ, ടീച്ചർ, സ്റ്റുഡൻസ്, അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്. പിന്നെ ഇവിടെ ഒരു ഫ്രേസ് ആണ് പിന്നെ പറയുന്നത്, ജോൺ ആൻഡ് ലാറ്റിൻ പറഞ്ഞിട്ട് ഫ്രേസ് പറയുന്നു. എനിക്ക് കാര്യമായിട്ട് ആ ഫ്രേസിനെ പറ്റി കൂടുതലൊന്നും കിട്ടിയില്ല ഇൻഫർമേഷൻ, ബട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇവിടെ ജോൺ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസും, ലാറ്റിൻ മീൻസ് ദാറ്റ് കണ്ടെന്റ് ഓർ സബ്ജക്ട് മദർ, ആ ഒരു രീതിയിൽ. അതായത് നമ്മൾ എപ്പോഴും പറയും സ്കൂള് നമ്മളുടെ സെക്കൻഡ് ഹൗസ് ആണ്, ടീച്ചർ സെക്കൻഡ് മദർ, അമ്മയല്ല രണ്ടാമതായിട്ടുള്ള ഒരു അമ്മയെപ്പോലുള്ളത്, അമ്മയെപ്പോലെ തന്നെ എന്നുള്ള രീതിയിൽ ഒരു കെയർ ഗിവർ അല്ലെ. അപ്പോ ഒരു കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ടീച്ചർ നല്ലതുപോലെ അറിയണം അല്ലെ. ഓരോ കുട്ടിയുടെയും, ഓരോ സ്റ്റുഡൻസിന്റെയും അവരുടെ ബിഹേവിയറിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കണം, അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കണം, കുട്ടികളുടെ പൊട്ടൻഷ്യൽ. ഇപ്പോ എന്താ പറയാ, ഒരു കുട്ടിക്ക് പഠിത്തത്തിൽ അല്പം വീക്കാണ്, അപ്പൊ എവിടെയാണ് അവൻ വീക്ക്, എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യുക, പാരന്റ്സിനെയും ഇൻഫോം ചെയ്ത് വീട്ടിൽ ആക്ടിവിറ്റീസ് കൊടുത്തുവിടുക, അവന്റെ ആ വീക്ക്നെസ്സിനെ ഒന്ന് മാറ്റി വീക്ക്നെസ് കുറയ്ക്കാൻ, അവനെ സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓരോ കുട്ടികളും അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചായിരിക്കും പഠിക്കുന്നത്. അപ്പൊ അവന്റെ പൊട്ടൻഷ്യൽ എന്തോ ആണോ അതിനനുസരിച്ച് അവനെ കേപ്പബിൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ ജോലി. അല്ലാതെ എടുത്താൽ പൊങ്ങാത്തത് ആ കുട്ടിയെ ഏൽപ്പിക്കുക എന്നുള്ളതല്ല. പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അവനെ മുന്നിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് പൊട്ടൻഷ്യൽ, എന്ത് കാലിബർ ആണോ ആ കുട്ടിക്കുള്ളത് അതിനനുസരിച്ച് അതിന് പാരന്റ്സുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റും ആകണം ടീച്ചേഴ്സ്. ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും അറിഞ്ഞിരിക്കണം, കുട്ടിയുടെ ഇൻട്രസ്റ്റ് അതും എല്ലാം അറിഞ്ഞിരിക്കണം. എഡ്യൂക്കേഷൻ ഈസ് ദ ക്രീച്ചർ ആൻഡ് ക്രിയേറ്റർ ഓഫ് സൊസൈറ്റി. ടൂളാണ് എഡ്യൂക്കേഷൻ ശരിക്കും. സൊസൈറ്റി, ഒരു നല്ലൊരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യണമെങ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് അതിന്റെ ഒരു ബേസിക് ആണ്, ഫൗണ്ടേഷൻ തന്നെയാണ്, അതിന് വേണ്ടുന്ന ഒരു ടൂള്.
പലപ്പോഴും തോട്ട് ഓഫ് ദ ഡേ പറയുമ്പോൾ പലരും ഇതുപോലുള്ള പല തോട്ട്സും പറഞ്ഞു കേൾക്കാറുണ്ട്. കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ, ഇറ്റ്സ് എ വെപ്പൺ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോ സൊസൈറ്റി അങ്ങനെ ഷേപ്പ് ചെയ്യുന്നത് അത്. അപ്പൊ ഈ സൊസൈറ്റിയുടെ ഒരു ഫൗണ്ടേഷൻ തുടങ്ങുന്നത് ആ ഒരു ക്ലാസ് റൂമിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് അങ്ങനെ ഒരു നമ്മൾ പറയും സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആകുന്നത് എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് അങ്ങനെയുള്ള രീതിയിലല്ല. അവിടെ പല സോഷ്യൽ വാല്യൂസും എല്ലാം ഉൾക്കൊള്ളുന്ന ഏതൊരു മനുഷ്യനും സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവാണ്. അത് ബിൽഡ് ചെയ്യുന്നത് സ്കൂളിലെ ക്ലാസ് റൂമുകളിൽ നിന്നാണ്, അല്ലെ? ക്ലാസ് റൂമിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്ന സോഷ്യൽ വാല്യൂസ്, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ സപ്പോർട്ട് എല്ലാം അവനെ സൊസൈറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രൊഡക്റ്റീവ് ആക്കി മാറ്റും. ഓക്കെ, ഡയമെൻഷൻ 2 പോയിന്റ് കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടും പറയാനായിട്ട് പറ്റുമായിരിക്കും. നെക്സ്റ്റ് സൈക്കോളജിക്കൽ ഡയമെൻഷൻസ്. നമുക്കറിയാം, ഒരു കുട്ടിയെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ വന്ന് ആ കണ്ടന്റ് നോക്കി വായിച്ച് അങ്ങനെ എന്തൊക്കെയൊക്കെ ബോർഡിൽ എഴുതി പോയിട്ട് കാര്യമില്ല. അവിടെ ഇൻസ്പിരേഷൻ എന്നുള്ളൊരു കാര്യം കൂടി വരും, അല്ലെ? മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക. കുട്ടിക്ക് താല്പര്യം ഉണ്ടാകുന്ന രീതിയിലുള്ള ലേണിംഗ് പ്രോസസ് നടക്കണം. കുട്ടിക്ക് ഒരു ഇൻസ്പിരേഷൻ കിട്ടണം ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ. ടീച്ചർ കുട്ടികളെ വെർബലി ഇൻസ്പയർ ചെയ്യുന്നു, അതുപോലെ തന്നെ നോൺ വെർബലി ഇൻസ്പയർ ചെയ്യുന്നു. ഫുൾ ഇങ്ങനെ ലെക്ചർ പറയുന്ന ഒരു ടീച്ചർ ചിരിക്കുന്നില്ല, അങ്ങനത്തെയുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഒരു ഇമോഷനും വരാതെ ഇങ്ങനെ കല്ല് പോലെ നിന്ന് ഒരു ക്ലാസ് എടുക്കുന്നതാകുമ്പോൾ കുട്ടികൾക്ക് അവിടെ ഒന്നും തോന്നില്ല. ചിലർ അവിടെ കിടന്ന് ഉറങ്ങുണ്ടാവും, ചിലത് ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല, വേറെ വല്ല പണിയിലായിരിക്കും. അതേസമയം വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട്, വളരെ പ്ലീസിങ് ആയിട്ട് ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും എല്ലാ രീതിയിലും നോൺ വെർബലി എല്ലാം കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാണ് ആ ലേണിംഗ് പ്രോസസ് പോകുന്നതെങ്കിൽ അത് ശരിക്കും അത് ഒരു ഡിസൈറബിൾ ബിഹേവിയർ തന്നെയാണ്. കുട്ടികളെല്ലാം പിടിച്ചിരുത്തുന്നു എന്ന് പറയില്ലേ ചിലരുടെ ക്ലാസ്സുകൾ. ഭയങ്കരമായിട്ട് കുട്ടികൾ അങ്ങനെ വളരെ ശ്രദ്ധിച്ചിരിക്കും. നമ്മുടെ മക്കളും സ്കൂൾ വിട്ട് വരുമ്പോൾ പറയുന്നത് ആ ഒരു ടീച്ചറുടെ ക്ലാസ് ഭയങ്കര സമയം പോകുന്ന അറിയില്ല. മറ്റേ ക്ലാസ് ഏതെങ്കിലും ഒരു ടീച്ചറുടെ പറയായിരിക്കും ഉറക്കം വരും, ഉറക്കം തോന്നും, കണ്ണൊക്കെ ഞങ്ങളിങ്ങനെ തുറന്നു പിടിച്ചിരിക്കും. എന്റെ മോള് പറയുമായിരുന്നു ഹിസ്റ്ററി, ഇങ്ങനെ തുറന്നു പിടിച്ചിരിക്കും, ടീച്ചറെ റെസ്പെക്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉറക്കം വന്നാലും ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ എനിക്ക് അവളിങ്ങനെ പറഞ്ഞു തരുന്നു. അങ്ങനെ പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അതും ചെയ്യില്ല. ടീച്ചർക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയിരിക്കുകയില്ല, അവര് കിടന്നുറങ്ങും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കുട്ടികൾ. അപ്പൊ ടീച്ചറുടെ ഇൻവോൾവ്മെന്റ് വളരെ പ്രധാനമാണ്. അതാണ് സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ വരുന്നത്. ടീച്ചർ കുട്ടിയെ എൻകറേജ് ചെയ്യണം. പിന്നെ കുട്ടിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതിയിൽ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ വരുന്നത് ഇന്ററാക്റ്റീവ് സെഷൻ തന്നെ. അതിന് അങ്ങനെ ഒരു എഫക്റ്റീവ് ക്ലാസ് റൂം മാനേജ്മെന്റ്, അങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഒരു എഫക്റ്റീവ് ക്ലാസ് റൂം മാനേജ്മെന്റ് തന്നെ വരും. നെക്സ്റ്റ് എത്തിക്കൽ കൺസിഡറേഷൻ, വാല്യൂ ഡയമെൻഷൻസ്. നമ്മൾ ഓൾറെഡി സോഷ്യൽ ആൻഡ് കൾച്ചറിൽ പറഞ്ഞിരുന്നു. വാല്യൂ ഡയമെൻഷൻസ് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിൽ. ഒരു ടീച്ചർ എന്ന് പറയുന്നത് റോൾ ഇൻ ദ ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് മോർ ദാൻ എ മാനേജർ. മാനേജർ ആണ് ടീച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പക്ഷെ അതിനേക്കാൾ കൂടുതൽ പല റോളുകളും ചെയ്യേണ്ടതായിട്ട് വരും. ടീച്ചർ റോൾ മോഡൽ ആവണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ലീഡർ ആയിരിക്കും ക്ലാസ്സിൽ, കുട്ടികൾക്കെല്ലാം ഐഡിയൽ ആയിരിക്കണം. അങ്ങനെ ഒരു ടീച്ചർ ഐഡിയൽ ആയിരിക്കണം. ചില കുട്ടികൾ പറയില്ലേ, അമ്മമാരെ ഭയങ്കരമായിട്ട് റോൾ മോഡൽ ആക്കുന്ന കുട്ടികളുണ്ട്. ആൺമക്കൾ ചിലർ പറയും എനിക്ക് അമ്മയെ പോലുള്ള ഒരാളെ കല്യാണം കഴിക്കണം. അതുപോലെ ചില ടീച്ചർമാരെ കാണുമ്പോൾ ടീച്ചറെ പോലുള്ള ഒരാളെ കല്യാണം കഴിക്കണം അങ്ങനെ പറയുന്ന ആൺകുട്ടികളുണ്ട്. അപ്പൊ ആ ടീച്ചർ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് കുട്ടികളെ ഒരു ഐഡിയൽ ആയിട്ട് കുട്ടികളുടെ മുന്നിൽ. അല്ലെങ്കിൽ എനിക്ക് ടീച്ചറെ പോലെ ടീച്ചറായിട്ട് ജോലി കിട്ടണം അങ്ങനെ പറയുന്നവരും ഉണ്ടാവും. അപ്പം ഒരു ടീച്ചർ എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും, എപ്പോഴും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ടീച്ചറാണ് സ്റ്റുഡന്റ് ആണെന്നുള്ള ആ രീതിയിൽ തന്നെ വരുകയും വേണം. അതേസമയം സുഹൃത്തുക്കളെ പോലെ ആണെങ്കിൽ പോലും കുട്ടികളെ ഇത് എന്റെ ഒരു ടീച്ചറാണ്, ആ ഒരു റെസ്പെക്ട്, ആ ഒരു പൊസിഷനും അതും അവിടെ വരും. ക്ലാസ് റൂമിന് പറ്റുന്ന നമ്മളൊരു ടീച്ചറായിട്ട് ജോബ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചില എത്തിക്സ്, നമ്മളുടെ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടല്ലേ, അതായത് ഒരു കുട്ടിയോട് എങ്ങനെ പെരുമാറണം ആസ് എ ടീച്ചർ, അത് ഓരോ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അല്ലാതെ കുട്ടികളെക്കാൾ കഷ്ടമായിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ ബിഹേവ് ചെയ്താലോ
അതെല്ലാമാണ് ഈ എത്തിക്കൽ കൺസിഡറേഷൻ എന്നുള്ളതിൽ വരുന്നത്. ഒരു ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കേണ്ട എന്നുള്ളത് നമ്മൾക്കറിയണം. ഞാൻ ഇത് പറയാൻ കാരണം, ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സാർ ഉണ്ടായിരുന്നു. സാർ വിടുവായി ഇത്രേ പറയാറുണ്ടായിരുന്നു. നല്ലപോലെ ക്ലാസ് എടുക്കും, നല്ല ക്ലാസ് ആണ്. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയാ, അറിയാതെ പലതും വായിന്നിങ്ങനെ വരും. എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ സാർ ഇങ്ങനെ ബ്രോത്തലിനെ കുറിച്ച് പറഞ്ഞു. എന്നുവെച്ചാൽ അറിയാലോ, പ്രോസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ നടക്കുന്ന ആ സ്ഥലം. അങ്ങനെ ഒരു റിലേറ്റീവും അല്ലാതെ സാർ അത് ക്ലാസ്സിൽ പറയും. അപ്പൊ ഞങ്ങളൊരു 13 ഗേൾസും ഉണ്ട്, 40 പേരിൽ ബാക്കി എല്ലാവരും ബോയ്സ് ആണേ. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ഒരു ക്ലാസ് റൂമിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ സാറ് പഠിപ്പിക്കണമൊന്നും ചെവിയിലേക്ക് കേൾക്കണില്ല, സാറ് പറയണമൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു കണക്ഷനും ഇല്ലാതെ സാർ ആ വേർഡ് യൂസ് ചെയ്ത. അപ്പൊ അതാ പറയുന്നത്, നമ്മളുടെ ഒരു എത്തിക്സ് നമ്മൾ എപ്പോഴും ഇത് ചെയ്യണം. കുറേ കാലം ഇപ്പോഴും ഞാനത് ഓർക്കുന്നത്. കാരണം സാറ് പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ എന്റെ ഓർമ്മയിൽ വരില്ല, പക്ഷെ അതേസമയം സാർ ഈ പറഞ്ഞത് അതോടുകൂടി ആ സാറിന്റെ സ്റ്റാൻഡേർഡ് അങ്ങോട്ട് മാറിപ്പോയില്ലേ. അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ. ഈവൻ തോ നമ്മളുടെ ഡ്രസ്സിങ്ങിലായിരിക്കണമെങ്കിലും ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട്, കുട്ടികളോട് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും ശരി, എല്ലാം അതുപോലെ വരണം. അപ്പം ഇതെല്ലാം വാല്യൂസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുവാണ്. അവർക്ക് ശരിയായ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്, ഫീലിംഗ്, വാല്യൂസ്, ടീച്ചർ എന്നുള്ള വാല്യൂ അവർക്ക് ഫീൽ ചെയ്യും. റെസ്പെക്ട്, അവർക്ക് ആ റെസ്പെക്ട് ചെയ്യണം ആ ഒരു ഏജിലുള്ള. അങ്ങനെയുള്ള പല വാല്യൂസും കുട്ടികളിലേക്ക് എത്തും. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ, എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ടീച്ചർ ആകണം എന്നല്ല അതിന്റെ അർത്ഥം. സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് ക്ലാസ് റൂം മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. കുട്ടികളിലേക്ക് നമ്മളിൽ നിന്നും വാല്യൂസ് എത്തണം. ഒരു ടീച്ചർക്ക് യോജിക്കാത്ത രീതിയിലുള്ള പ്രവർത്തികളും ആക്ഷൻസും ഉണ്ടാകരുതെന്ന് മാത്രം. ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്നു, സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് സ്മോക്ക് ചെയ്യുന്ന എത്രയോ ടീച്ചർമാരുണ്ട്, മീൻസ് മെയ്ഡ് സ്റ്റാഫ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ഓഫ് കോണ്ടക്റ്റിനെതിരാണല്ലോ, അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡയമെൻഷൻസ് വരെ പറഞ്ഞു. ഈ ബാക്കി എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ തീരുമായിരിക്കും. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങളുടെ എക്സാമിന്റെ തിരക്കുകളൊക്കെ ആണെന്ന് എനിക്കറിയാം. പിന്നെ പല ആക്ടിവിറ്റീസും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലാണെന്നും അറിയാം. സോ ടൈമൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത്, കുട്ടികളുടെ പരീക്ഷാ ടൈമുമാണെന്ന് അറിയാം, ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് എല്ലാവരും ചെയ്യാട്ടോ. ഓക്കെ, ദെൻ ഗുഡ് നൈറ്റ്. Thank you, ma'am. Thank you, ma'am. Good night. Good night, ma'am. Thank you, Thank you, ma'am. Thank you, ma'am. Good night. Good night. Thank you, ma'am. Good night. Thank you, ma'am. Hello, ma'am. Hi. Ma'am, ആ കാൾ ഓപ്പൺ ഷോയുടെ ബുക്കിന്റെ പേര് പറഞ്ഞില്ല, ഒന്ന് പറയൂ. ജനറൽ ടീച്ചിങ് തിയറി. Okay, ma'am. Thank you.